സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സ്ഥലത്തിന്റെ പേരും അതിന്റെ ബെനിഫിറ്റ്സും അവിടെ എന്തൊക്കെയുള്ള അതൊക്കെ ഞങ്ങൾ എത്തിയിട്ട് പറയാം. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഹലോ, ഇപ്പോൾ ഞങ്ങൾ നൈസ് റോഡ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പോകേണ്ട സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരുപാട് ദിവസങ്ങളായിട്ട് അവർ പോകണം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നൈസ് റോഡിൽ നിന്നും കനക്പുര റോഡിലേക്ക് തിരിഞ്ഞ് കുറേ ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ സോമനഹള്ളി വില്ലേജിലേക്കുള്ള റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായ കാഴ്ച അല്ലേ? എല്ലായിടത്തും മരങ്ങളും പച്ചപ്പും. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായി. കുറെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ റോഡ് വളരെ ചെറുതായി വന്നു. എങ്കിലും അവിടെ കണ്ട ആളുകളോട് ഇത് തന്നെയാണ് റൂട്ട് എന്ന് കൺഫേം ചെയ്ത ശേഷമാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. കുറെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്ത് നമ്മൾ ഏകദേശം എത്താനായെന്ന് തോന്നുന്നു. അതാ നമുക്ക് അവിടെ ബോർഡ് കാണാൻ പറ്റുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് വരാൻ വിചാരിച്ച സ്ഥലം, റാണി പെറ്റ് സാങ്ച്വറി. ബാംഗ്ലൂരിലെ ഒരു മസ്റ്റ് വാച്ച് പ്ലേസ് എന്ന് തന്നെ പറയാം കേട്ടോ ഇതിനെ. ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഒരുപാട് പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. നമ്മളിവിടെ പ്രാണീസ് പെറ്റ് സെഞ്ചുറിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ആയിരുന്നു നമ്മൾ വരാൻ പ്ലാൻ ചെയ്തത്. ഇവിടെ നല്ല രസമാണ്, കുറേ ആനിമൽസ് ഉണ്ട്. അതിനൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാം, പെറ്റ് ചെയ്യാം. ഇവിടെ വന്ന് ആക്ച്വലി നമ്മളുടെ പേടി പോവും. ടുവേർഡ്സ് ആനിമൽസ് നമ്മൾ പേടി പോവും. അതിനാണ് ആക്ച്വലി ഈ ഓർഗനൈസേഷൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലോട്ട് പോകാം. ഇപ്പോൾ ഞങ്ങൾ എൻട്രൻസിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് റഷ് ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ വേഗം ടിക്കറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ കാണുന്ന ബോർഡിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 400 രൂപയാണ് ചാർജ്. 3 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്കും സെയിം ചാർജ് തന്നെയാണ്. വന്ന ഉടനെ നമുക്ക് കുറച്ച് വെയിറ്റിംഗ് ടൈം ഉണ്ടാകും. ഗൈഡ്സ് നമ്മളെ ഗ്രൂപ്പ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. ആ വെയിറ്റിംഗ് ടൈമിൽ തന്നെ നമുക്ക് പലതരം ആനിമൽസിനെയും ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഹോഴ്സ് ഏകദേശം 550 to 600 kg വെയിറ്റ് ഉണ്ട്. അതൊരു ദിവസം ഏകദേശം 50 kg ഭക്ഷണം കഴിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗൈഡ് നമ്മളെ ഒരു ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഗൈഡ് ഇപ്പോൾ നമ്മളെടുത്ത് റാറ്റ്, ഹുഡി റാറ്റ്, ഹെഡ്ജോഗ്, ഹാംസ്റ്റർ, ഇഗ്വാന എന്നീ ജീവികളെ പറ്റിയാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ്. അവരെല്ലാറ്റിനെയും കയ്യിൽ വെച്ച് തന്ന് തൊടാൻ പറയുകയാണ് ഇപ്പോൾ. ഇതെല്ലാം ഞങ്ങൾക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആദ്യം കുറച്ചൊക്കെ ഭയന്നെങ്കിലും പിന്നീട് മക്കളെല്ലാം നന്നായി എൻജോയ് ചെയ്തു.
ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് പോണികളെയാണ്. ഒരു വൈറ്റ് പോണിയും ഒരു ബ്രൗൺ പോണിയുമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. അതിനെ പറ്റിയെല്ലാം ഗൈഡ് നമ്മൾക്ക് ഇപ്പോൾ വിവരിച്ചു തരികയാണ്. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇതിനെ ഫീഡ് ചെയ്യുന്ന തിരക്കിലാണ്. മാധു മോളൂട്ടി എല്ലാം ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഫീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് അവര്. അടുത്തതായി ഗൈഡ്സ് നമ്മളെ കൊണ്ടുപോയത് ടേർട്ടിൽ, ടോർട്ടോയ്സ്, ടെറാഫിയൻസ് എന്നിവയെ കാണിക്കാനാണ്. മോളൂട്ടിക്ക് ഇതിനെ കുറച്ച് പേടിയായി കേട്ടോ. എങ്കിലും ബാക്കി എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. ഗ്യാനിന് ഒന്നിനെ ഒരു പേടി ഉണ്ടായിരുന്നില്ല. ഇവിടെ ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം, ഈ ഗൈഡ്സ് എല്ലാവരോടും നന്നായി സഹകരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആരെയും മുഷിപ്പിക്കാതെ എല്ലാ കാര്യങ്ങളും നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. നമ്മുടെ സംശയങ്ങൾക്കെല്ലാം നല്ല കൃത്യമായ മറുപടിയും തരുന്നുണ്ട്. ഇപ്പോൾ മാധു തൊട്ടുകൊണ്ടിരിക്കുന്നത് ഇഗ്വാനയെയാണ്. ഈ ഗൈഡ് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. മാധുവിന്റെ എല്ലാ സംശയങ്ങൾക്കും നല്ല സമയമെടുത്ത് കൃത്യമായി മറുപടി കൊടുത്തു. കൂടാതെ ഗ്യാനിന് വേണ്ടി അതിനെ കുറെ നടത്തിച്ചു, കളിപ്പിച്ചു. ഗ്യാൻ വരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ആടുകളെ കാണാൻ പോയപ്പോഴായിരുന്നു ഏറ്റവും വലിയ തമാശ. അത് നിൽക്കുന്നിടത്തേക്ക് നമ്മളെ കടത്തിവിടും. നാട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതൊരു പുതിയ കാഴ്ചയല്ലെങ്കിലും ബാംഗ്ലൂരിലെല്ലാം ജനിച്ചു വളർന്ന മക്കൾക്ക് ഇതൊരു പുതിയ അനുഭവം തന്നെയാണ് കേട്ടോ. അവർക്ക് അതിനെ തലോടാം, ഫീഡ് ചെയ്യാം, എല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. ഇതിനുശേഷം നമ്മൾ ഒരുപാട് ആനിമൽസിനെ കണ്ടു. ഷീപ്പ്, ഇമു, റാബിറ്റ്, സ്നേക്ക്, പലതരം ബേർഡ്സ്. അതിനെയെല്ലാം കണ്ട വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. ബൈ.